നമസ്കാരം, ഞാൻ അൻവർ മഹാദശി. കഴിഞ്ഞ 78 വർഷമായി നമ്മളൊക്കെ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കുന്നുണ്ടല്ലേ. 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയപ്പോൾ നമ്മളൊക്കെ സ്വതന്ത്രരായോ? അങ്ങനെയായിരുന്നെങ്കിൽ ബ്രിട്ടീഷുകാർ വരുന്നതിൻ്റെ മുമ്പേ നമ്മളൊക്കെ സ്വാതന്ത്ര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെ ഒക്കെ ഒരു മാവേലി കാലഘട്ടത്തിലായിരിക്കണ്ടേ? ആയിരുന്നോ? എൻ്റെ സുഹൃത്തുക്കളെ, നമ്മുടെയൊക്കെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ചരിത്രാതീത കാലം മുതൽ അടിച്ചമർത്തലുകളുടെയും മനുഷ്യാവകാശങ്ങളുടെയും കൊടിയ പീഡനത്തിനെതിരായി നിഷ്ഠൂര ഭരണാധികാരികൾ കീഴിൽ നരകയാതന അനുഭവിച്ച് അടിമകളായി കഴിയേണ്ട ഒരു ചരിത്രമല്ലേ നമുക്കുണ്ടായിരുന്നത്? മറക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു നമ്മൾക്ക്. മൃഗങ്ങൾക്ക് പോലുമുള്ള അവകാശം അവർ നമ്മൾക്ക് തന്നിരുന്നോ? 1924 ഗാന്ധിജി കേരളത്തിൽ വന്നത് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ. എന്തിനായിരുന്നു വൈക്കം സത്യാഗ്രഹം? നായ്ക്കളും പശുക്കളും ഇഴജന്തുക്കൾക്കൊക്കെ സഞ്ചരിക്കാവുന്ന ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള പൊതുവഴിയിലൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന്. ഇത് 1000 കൊല്ലം മുമ്പുള്ള കാര്യമൊന്നുമല്ല, കഷ്ടിച്ച് 100 വർഷം മുമ്പുള്ള നമ്മുടെ നാട്ടിലെ അവസ്ഥയാണിത്. ഈ അവസ്ഥക്ക് കാരണക്കാർ ബ്രിട്ടീഷുകാരായിരുന്നു. എൻ്റെ സുഹൃത്തുക്കളെ, വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ വന്ന ഗാന്ധിജിയും കൂട്ടരെയും ഇണ്ടംതുരുത്തി മനയിലോട്ട് കയറ്റിയില്ല. ഗാന്ധിജി കീഴാളനായതുകൊണ്ട് പുറത്ത് ഷെഡ് കെട്ടിയിരുന്ന ചർച്ചയിലിട്ടൊരു ഫലം ഉണ്ടായില്ല. ഈ മനയിപ്പോൾ ചെത്തുതൊഴിലാളിയുടെ കയ്യിലുള്ളത്. ഇതായിരുന്നില്ലേ നമ്മുടെ നാട്ടിലെ അവസ്ഥ? ഇനി നമ്മുടെ ഇതിഹാസ കാലഘട്ടം ഒന്ന് പരിശോധിച്ച് നോക്ക്. അവിടെയും കാണാം സൂതപുത്രന്മാരുടെ ചരിത്രം, തള്ളവരിൽ അർത്ഥം കൊടുക്കേണ്ടി വന്ന കീഴ്ജാതിക്കാരൻ്റെ ചരിത്രം. ആയിരക്കണക്കിന് വർഷങ്ങളായി കൊടിയ പീഡനത്തിനിരയായി അടിമകളെ പോലെ കഴിയേണ്ടി വന്ന നമ്മൾ സ്വതന്ത്രരായത് ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടിയല്ലേ. 1757 റോബർട്ട് ക്ലൈവും കൂട്ടരും പ്ലാസി യുദ്ധം ജയിച്ചതിന് ശേഷമല്ലേ നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെയും സമസ്ത പുരോഗതിയുടെയും പാതയിൽ പിച്ച വെച്ച് തുടങ്ങിയത്. അപ്പോൾ ആ ബ്രിട്ടീഷുകാർ പോകുന്ന ദിവസം എങ്ങനെയാണ് സുഹൃത്തുക്കളെ സ്വാതന്ത്ര്യ ദിനമാകുക? ഒരു വിദ്യാർത്ഥി കണക്കെ ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, നമ്മുടെ നാട്ടിലെ ഈ സ്ഥിതിവിശേഷത്തിന് കാരണം ബ്രിട്ടീഷുകാരായിരുന്നോ? അതോ ഗാന്ധിജി സമരം നടത്തേണ്ടി വന്നത് ഭാരതീയരോടായിരുന്നോ അതോ ബ്രിട്ടീഷുകാരോടായിരുന്നോ? എൻ്റെ സുഹൃത്തുക്കളെ, ബ്രിട്ടീഷുകാർ ഇവിടെ വന്നപ്പോൾ അധികാരം നഷ്ടപ്പെട്ട ഈ തമ്പ്രാക്കന്മാരുടെ കൈകളിലേക്ക് അധികാരം തിരിച്ചു പോയ ദിനമല്ലേ ഓഗസ്റ്റ് 15. ഇനി അവരിവിടെ ചെയ്ത പ്രവർത്തനങ്ങൾ നമ്മുടെ ഭരണാധികാരികൾക്ക് നമുക്ക് വേണ്ടി ചെയ്തു തരാൻ കഴിഞ്ഞിട്ടുണ്ടോ? എത്ര സാമൂഹിക പരിഷ്കാരങ്ങൾ സ്കൂളുകളുടെയും കോളേജുകളുടെയും നീതി വ്യവസ്ഥയുടെയും തുല്യതയുടെയും ധാർമ്മികതയുടെയും റോഡുകളുടെയും പാലങ്ങളുടെയും റെയിൽവേകളുടെയും റൺവേകളുടെയും ഫാക്ടറികളുടെയും വ്യവസായങ്ങളുടെയും വ്യോമഗതാഗതത്തിൻ്റെയും തപാൽ വാർത്താവിനിമയ സംവിധാനങ്ങളുടെയും തുടങ്ങി വികസനത്തിൻ്റെ സമസ്ത മേഖലകളുടെയും ഗോപുരങ്ങളുടെ അടിക്കൽ വാങ്ങിയത് നമ്മൾ ആട്ടിപ്പായിച്ചു എന്ന് പറയുന്ന ഈ ബ്രിട്ടീഷുകാരുടെ കാര്യങ്ങളല്ലേ. അപ്പോൾ അവർ പോകുന്ന ദിവസം എൻ്റെ സുഹൃത്തുക്കളെ സ്വാതന്ത്ര്യ ദിനമാകുക. ലോകത്തിലെ തന്നെ മികച്ച മനുഷ്യോപശേഷിയും പ്രകൃതി സമ്പത്തുണ്ടായിട്ടും ഇത്രയും കാലമായി നമ്മുടെ രാജ്യത്തിൻ്റെ പട്ടിണി മാറ്റാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഇനി 47 ബ്രിട്ടൻ ഇന്ത്യക്ക് അധികാര കൈമാറ്റം അടിച്ചേൽപ്പിക്കാനിടയായ സാഹചര്യങ്ങൾ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടോ? 2ാം ലോകയുദ്ധം അവസാനിച്ച സമയത്ത് ഹിറ്റ്ലർ ബ്രിട്ടൻ്റെ നട്ടൽ തകർത്തിരുന്നു. സാമ്പത്തികമായും സൈനികമായും തകർന്ന് തരിപ്പണമായ ബ്രിട്ടന് ഇന്ത്യയെ നയിച്ചു കൊണ്ടുപോകാനുള്ള പ്രാപ്തിയില്ലായിരുന്നു. മാത്രമല്ല ഈ സമയത്ത് ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് റവല്യൂഷൻ വന്നിരുന്നു. ഇനി റഷ്യയുടെ സ്വാധീനത്താൽ ഇന്ത്യയിലും കമ്മ്യൂണിസ്റ്റ് ഭരണം വരുമോ എന്ന് ഭയപ്പെട്ട് അമേരിക്ക ബ്രിട്ടൻ്റെ മേൽ വൻ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു ഇന്ത്യക്ക് അധികാര കൈമാറ്റം നടത്താൻ. ഈ പ്രത്യേക സാഹചര്യത്തിൽ ബ്രിട്ടൻ ഇന്ത്യക്ക് അധികാര കൈമാറ്റം അടിച്ചേൽപ്പിക്കുകയായിരുന്നു. എൻ്റെ സുഹൃത്തുക്കളെ, ഈ സമയത്ത് ഗാന്ധിജിയും കൂട്ടരും മൗണ്ട് ബാറ്റനോടോ ബ്രിട്ടീഷ് പാർലമെൻറ്റിനോടോ ഞങ്ങൾക്കിപ്പോൾ തൽക്കാലം സ്വാതന്ത്ര്യം വേണ്ട, ഇന്ത്യയുടെ ചരിത്രത്തിലെ സുവർണ കാലഘട്ടത്തിലൂടെയാണ് ഞങ്ങളിപ്പോൾ കടന്നു പോകുന്നത്, ഒരു 10-30 വർഷം കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞിരുന്നെങ്കിൽ
ബ്രിട്ടൻ ഹോങ്കോങ്ങിലൊക്കെ ചെയ്ത പോലെ നമ്മുടെ സ്വാതന്ത്ര്യം 1977 87 മറ്റോ ആകുമായിരുന്നു. ഈ സമയമാകുമ്പോഴേക്കും നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ ഇന്ത്യ പോലത്തെ ഒരു മഹാരാജ്യം ഭരിക്കാൻ ഉള്ള പ്രാപ്തി നേടിയിട്ടുണ്ടാവുമായിരുന്നു അല്ലേ? എങ്കിൽ ഇന്ത്യ സാമൂഹികപരമായും സാമ്പത്തികമായും വ്യാവസായികമായും വളർന്ന് വികസിച്ച ഒരു പ്രബല രാജ്യമാകുമായിരുന്നു അല്ലേ? അപ്പോൾ നിങ്ങൾ പറയും ചരിത്രത്തിൽ ഈഫ് എന്നൊരു പദത്തിന് പ്രസക്തിയില്ലാന്ന്. അറിയാം, നിങ്ങളിനി ചരിത്രത്തിലോട്ടൊന്നും പോകണ്ട. നിലവിലുള്ള സാഹചര്യം പരിശോധിച്ച് നോക്ക്. ഞാൻ പറഞ്ഞതിൽ വാസ്തവം കൊണ്ടൊന്ന് കാണാം. നിലവിൽ ബ്രിട്ടനായിട്ട് സഹകരിച്ചു പോകുന്ന ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, കാനഡ മുതലായ രാജ്യങ്ങളുടെ അവസ്ഥ നോക്കി നോക്ക്. നിങ്ങൾ നെറ്റിലടിച്ച് നോക്ക്. ഹൂ ഈസ് ദ കിങ് ഓഫ് കാനഡ, ഹൂ ഈസ് ദ കിങ് ഓഫ് ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്? ചാൾസ് രാജാവിനെ കാണാം, ബ്രിട്ടീഷ് രാജാവാണ്. അവിടെ ഗാന്ധിജിമാരും സ്വാതന്ത്ര്യ സമരമൊന്നുമില്ല. എന്നിട്ട് അവരെന്താ ദരിദ്രരാജ്യരായോ? അവരെന്താ കൊള്ളടിക്കപ്പെട്ടോ? അവർ ഇന്ത്യയെ പോലെ ദരിദ്രരാജ്യമായോ? എൻ്റെ സുഹൃത്തുക്കളെ, ഈ രാജ്യങ്ങളിലൊക്കെ ഉള്ളൊക്കെ വിറ്റ് പെറുക്കി ലോൺ കൊടുത്ത് തൊഴിലിനും കുടിയേറ്റത്തിനും ചികിത്സക്കും വിദ്യാഭ്യാസത്തിനൊക്കെ ക്യൂ നിൽക്കുന്ന കാഴ്ചയല്ലേ കാണുന്നത്? ഇന്ത്യയുടെ അധികാര കൈമാറ്റം 1977 87 മറ്റോ ആയിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന G8 രാജ്യങ്ങളെ പോലെ അതിവികസിതവും ചൈനയെക്കാളും കരുത്തരായി അമേരിക്കക്ക് തൊട്ട് താഴെ $20 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയുള്ള ലോകത്തിലെ രണ്ടാമത്തെ പ്രബല രാജ്യമായി മാറിയനെ. ഇതാണ് എൻ്റെ മാതൃരാജ്യത്തെ പറ്റിയുള്ള സ്വാതന്ത്ര്യദിന സങ്കല്പം. അല്ലാതെ നെഞ്ഞത്ത് കൊടിയും കുത്തി 2 മാത്തയും കുച്ചിട്ടല്ല സ്വാതന്ത്ര്യദിനം. നമ്മൾ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞാൻ ഇങ്ങനൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ സ്കൂൾ പഠിച്ചിട്ടുണ്ട് ഇന്ത്യ ഒരു വികസന രാജ്യമാണ്. എൻ്റെ കുട്ടി 40 വർഷത്തിന് ശേഷം സ്കൂളിൽ പഠിക്കുന്നത് ഇന്ത്യ ഒരു വികസന രാഷ്ട്രമാണെന്നാണ്. ഇനി വരും തലമുറ ഇത് തന്നെ പഠിക്കണോ? എൻ്റെ സുഹൃത്തുക്കളെ, മനുഷ്യ വിഭവശേഷിയും പ്രകൃതി സമ്പത്തും ഉണ്ടെങ്കിൽ ലോകത്തേത് രാജ്യത്തിനും 30 വർഷം കൊണ്ട് സമ്പന്ന രാജ്യമായി മാറിക്കൂടെ? ഇന്ത്യക്ക് അധികാര കൈമാറ്റം നടക്കുന്ന സമയത്ത് ഈ ഗൾഫ് രാജ്യങ്ങളൊന്നും കറൻസി സമ്പ്രദായം പോലും ഇല്ല. ഇന്ത്യയുടെ രൂപയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനത്തെ അവരവിടെ എത്തി. റഷ്യയായിട്ടൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കോഴിമുട്ടയുടെ വലുപ്പം പോലും ഇല്ലാത്ത കൊറിയ റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ മറികടന്നു കഴിഞ്ഞു. ഈ രാജ്യങ്ങളിലൊക്കെ തൊഴിലന്വേഷിച്ച് അലഞ്ഞ് നടക്കേണ്ട അവസ്ഥയല്ലേ 78 വർഷം ഭരിച്ച നമ്മുടെ ഭരണാധികാരികൾ നമ്മളെ കൊണ്ടെത്തിച്ചത്? ഇതിലുള്ള പ്രതിഷേധമാണ് എൻ്റെ ഈ വീഡിയോ. എൻ്റെ സുഹൃത്തുക്കളെ, ഇന്ത്യക്ക് അധികാര കൈമാറ്റം നടത്തിയതിന് ശേഷവും മുൻപും ഇതിഹാസ കാലഘട്ടങ്ങളിലെയും നമ്മുടെ സാമൂഹ്യ സാഹചര്യം പഠിച്ചപ്പോൾ എൻ്റെ മാതൃരാജ്യത്തെ രക്ഷിക്കാൻ എനിക്ക് തോന്നിയ ആശയമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടാവാം, നെല്ലും പതിരും ഉണ്ടാവാം. നിങ്ങൾക്കും ഉണ്ടാകുന്ന നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം. കാണാം മറ്റൊരു വീഡിയോയുമായി. സത്യമേവ ജയതേ.